ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുവാനും പരാജയങ്ങൾ വരുവാനും ശത്രുക്കളുടെ എണ്ണം കൂടുവാനും സാധ്യത കൂടുതലായി വരുന്നൊരു മാസം തന്നെയാണ്. കോടതി ഇടപാടുകൾ എന്തെങ്കിലുമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തേക്ക് അതിനൊന്ന് മാറ്റിവെക്കുവാൻ സാധിച്ചാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം പരാജയം സംഭവിക്കുവാൻ സാധ്യത, ആദ്യം പറഞ്ഞ നഷ്ടങ്ങളും പരാജയങ്ങളും വരുവാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്ക്, കോടതിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു മാസത്തിൽ അത് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവർ നിങ്ങളുടെ ഇടയിലേക്ക് അടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ അവരെ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ ചതിക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. അവരിൽ നിന്നും നിങ്ങൾക്ക് ധനനഷ്ടം, മാനഹാനി, മറ്റു വളരെയധികം ഉള്ള പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കേസ്, വഴക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരിലൂടെ വീണ്ടും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ അവരോട് പറയാതിരിക്കുകയും അവരിൽ നിന്നും ഒരു അകൽച്ച പാലിക്കുന്നതുമെല്ലാം നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ജോലി സംബന്ധം പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും തന്നെ ചെയ്യുക. ഇങ്ങനത്തെ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ, അത് ഡ്രൈവർമാർ, അല്ല കെട്ടിടപ്പണിക്കാർ, ഇങ്ങനെയുള്ള വ്യക്തികൾ, കൃഷിക്കാർ, ഇങ്ങനെയുള്ള വ്യക്തികൾ ആത്മാർത്ഥമായി ജോലി ചെയ്തു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നഷ്ടത്തിലോട്ടും അല്ലെങ്കിൽ ആ ജോലി തന്നെ കൈവിട്ടു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായി കാണപ്പെടുന്നു. പുതിയ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുകയും അവരിലൂടെ നിങ്ങൾക്ക് മറ്റു പല വ്യക്തികളുടെ ക്യാരക്ടറുകൾ മനസ്സിലാക്കുവാനും സാധിക്കും. നിങ്ങളുടെ ഇടയിൽ വരുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഗുണങ്ങൾ വളരെ കുറച്ചും ദോഷങ്ങൾ വളരെ കൂടുതലുമായിരിക്കും വന്നു ചേരുന്നത്. അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുകയും അവരുടെ വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുകയും അവരുടെ വേണ്ടി ചിന്തിക്കാതിരിക്കുകയും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുകയും നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതെല്ലാം വിട്ട് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു വാരത്തിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.